ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് ഹൌസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച സംഭവിക്കുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാർ റാഫേൽ തട്ടിൽ എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ജനുവരി 11 അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം ആണ് പുതിയ ആർച്ച് ബിഷപ്പിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തത്. വത്തിക്കാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം സംഭവിക്കുകയും ചെയ്തത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ത്യയെമ്പാടും നേരിടുന്ന നിരവധിയായ വിഷയങ്ങൾ പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ആണ് നമുക്ക് സിറോ മലബാർ സഭാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ക്രൈസ്തവർ ഉൾപ്പെടെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ടോം കുര്യാക്കോസ്, ടോം, ഒരു സിറോ മലബാർ സഭ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറയുന്നത് അതൊരു പുതിയ കാര്യമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ പുതിയ സാഹചര്യങ്ങൾ നിരവധിയുണ്ട് അവർക്ക് ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയെ. അക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ചയുണ്ടാകുമെന്നും അത് കേൾക്കാനും ആ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാനും പ്രധാനമന്ത്രി തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്. കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കൂടിക്കാഴ്ചയെ അതിന് വലിയ രാഷ്ട്രീയമില്ല. കാരണം മാർ റാഫേൽ തട്ടിൽ സഭാ അധ്യക്ഷനായ ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, മാർ റാഫേൽ തട്ടിൽ ഡൽഹിയിലെത്തിയത്. ഫരീദാബാദ് രൂപത, അതായത് സിറോ മലബാർ സഭയുടെ ഡൽഹിയിലെ രൂപതയായിട്ടുള്ള ഫരീദാബാദ് രൂപതയിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തി. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സമയം ചോദിച്ചത്. പ്രധാനമന്ത്രിയുടെ തുറന്ന മനോഭാവത്തോടുകൂടി മാർ റാഫേൽ തട്ടിലിനെ കാണാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക്, അതായത് അല്പസമയത്തിനകം തന്നെ മാർ റാഫേൽ തട്ടിലും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും. നമുക്കറിയാം, ഈ ഇതിന്റെ അകത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തില് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലടക്കം BJP ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനു മുൻപ് പലപ്പോഴായി വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ അദ്ദേഹം എത്തിയപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് കഴിഞ്ഞ വർഷം ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബസിലിയസ് പ്രീമിസ് കാതോലിക്ക ബാവ, ലത്തീൻ സഭയുടെ കർദിനാൾ ഓസ്വാൾഡ് ഇഗ്ലേഷ്യസ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുമായി, സഭാധ്യക്ഷന്മാരുമായി കഴിഞ്ഞ വർഷം ആദ്യം പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച്, അതായത് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച പക്ഷേ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ BJPയുമായുള്ള ഒരു അകൽച്ച മാറുന്നു എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതിന് തുടർച്ചയായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ആദ്യമായിട്ടാണ് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ, അതായത് രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായിട്ടുള്ള സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുമായി തനിച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം ഈ സ്ഥാനം ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ഒരു ഔദ്യോഗിക സന്ദർശനം അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷെ അപ്പുറം BJPയെ സംബന്ധിച്ച് അതിന് പിന്നിൽ BJP ഒരു പ്രതീക്ഷകൾ കൂടി വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സഭാ അധ്യക്ഷൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരിക, ആ കൂടിക്കാഴ്ച നടത്തുക. സ്വാഭാവികമായും സഭയെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. മണിപ്പൂർ വിഷയമടക്കം തീർച്ചയായും BJP ലക്ഷ്യം വെക്കുന്ന, നമുക്കറിയാം, നിരവധി സ്ഥലങ്ങളിൽ മേഖലകളിൽ ഒന്നാണ് ക്രൈസ്തവ മേഖല എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഇന്ന് മലയാള മനോരമയ്ക്ക് അമിത്ഷാ നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചു ലേഖകൻ. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതൊരു വംശീയ പ്രശ്നമാണ്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ അതിദ്രുതം നടത്തുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. കാരണം അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഗോത്രവർഗ്ഗങ്ങളെ പരസ്പരം സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നാണ്. അത്തരം ഒരുപാട് വിഷയങ്ങൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ നമുക്കറിയാം. ഇത്തരത്തിൽ നിരവധി പീഡനങ്ങൾ അവിടെ ക്രിസ്തീയ സമുദായത്തിൽ മേൽ നടക്കുന്നു എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെയൊക്കെ ഒരു വ്യക്തത വേണ്ടി വരും. അത് ബോധ്യപ്പെടുത്തും പ്രധാനമന്ത്രിയെ, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിഷണറിമാരുമായി ഒക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളിലൊക്കെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാവശ്യപ്പെടും. അപ്പം മറ്റൊന്നാണ് കേരളത്തിലെ റബ്ബർ വിഷയം. ടോം, റബ്ബറിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവിടെയും തീരുമാനം കേന്ദ്രമെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് ബിഷപ്പിന്. തീർച്ചയായും. കാരണം നമുക്കറിയാം, സിറോ മലബാർ സഭയുടെ സീനഡ് സെക്രട്ടറി ആയിട്ടുള്ള
മാർ ജോസഫ് പാമ്പളാനി. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തലശ്ശേരിയിൽ വെച്ച് നടത്തിയൊരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, റബ്ബറിന് 300 രൂപ ആയി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് സീറോ മലബാർ സഭയുടെ ഒരു രൂപതാധ്യക്ഷൻ. വെറും ഒരു അതിരൂപത അധ്യക്ഷനായി മാത്രം അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. സീറോ മലബാർ സഭയിലെ അധികാര കേന്ദ്രങ്ങൾ നോക്കിയാൽ രണ്ടാമൻ, അതായത് സഭ സിനഡ് സെക്രട്ടറി ആയിട്ടുള്ള മാർ ജോസഫ് പാമ്പളാനി പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ രീതിയിലൊരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആശങ്ക, ഒരു പരാതി, പരിഭവം ഒക്കെ സഭയ്ക്കുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുമായി മാർ റാഫേൽ തട്ടൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യം അടക്കം ഉന്നയിക്കും. അതായത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സഭ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിലെ വലിയ വിഭാഗവും കർഷകനാണ്. ഈ അത് ഈ മലയോര മേഖലകളിലടക്കം വിവിധ കാർഷിക വിളകൾക്ക് വലിയ വിലയുടെ കൊണ്ട് മാത്രമല്ല റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നു, നെൽകർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഈ വിഷയങ്ങളടക്കം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരത്തിൽ നിർണായകമായ ടോം പറഞ്ഞ പോലെ അത്തരത്തിൽ കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താനുണ്ട്. ഷെറിൻ എലിസബത്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ഷെറിൻ, ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു സഭാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നതിനപ്പുറത്തുള്ള അർത്ഥതലങ്ങളുണ്ട്. കാരണം പുതിയ പശ്ചാത്തലങ്ങളിൽ ആ ഗൗരവം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും വേണം കരുതാൻ. ഹാർദവമായി ബിഷപ്പിനെ സ്വാഗതം ചെയ്യും. ഒപ്പം അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കും. പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം ബിഷപ്പിന്റെ വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സജീവമാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലേ? അതെ, 11 മണിക്കാണ് പാർലമെന്റ് ഹൗസിൽ വെച്ചാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച ചെയ്യുന്നത് ആർച്ച് ബിഷപ്പുമായിട്ട്. അതിനുശേഷം വിജയ് ചോക്കിൽ ഒരു ബ്രീഫിംഗും കാണും. ഈ മീറ്റിംഗ് ഒരു കേർട്ടസി മീറ്റിംഗ് ആയിട്ടാണ് PMO ഇപ്പം പറയുന്നത്. അവർ പറയുന്നത് ഈ ആദ്യമായിട്ടാണ് ബിഷപ്പ് ചുമതല എടുത്ത ശേഷം, ജനുവരി 11-നാണ് ചുമതല എടുത്തത്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. 25-ാം തീയതി ഡിസംബറിലും ഒരു ക്രിസ്മസിന് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിന്റെ ഇടയ്ക്കും നമ്മൾ പല ബിഷപ്പുമാരെയും പല ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പല പ്രീസ്റ്റ്മാരെയും അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു കേർട്ടസി മീറ്റിംഗ് പോലാണ് PMO ഇതിനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മെൻഷൻ ചെയ്ത പോലെ പല വിഷയങ്ങളും ആർച്ച് ബിഷപ്പ് അത് പ്രധാനമന്ത്രിയുടെ മുമ്പേ വെക്കുമായിരിക്കും. എന്നിട്ട് നമുക്ക് മുഴുവൻ ഡീറ്റെയിൽ മീറ്റിംഗ് കഴിഞ്ഞ് 11:30 ആണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. വിജയ് ചോക്കി വെച്ച് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. ഇത് നമുക്കറിയാം, ഇന്ന് അമിത്ഷായുടെ ഒരു പ്രധാനപ്പെട്ട അഭിമുഖമുണ്ട്. അതിൽ മണിപ്പൂർ വിഷയമടക്കം ഷെറിൻ പരിഹരിക്കും. കാരണം സർക്കാർ അതിനെ ഗൗരവമായി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വംശീയ ഈ പറഞ്ഞ പോലെ ഗോത്രവർഗ്ഗങ്ങളുമായി പരസ്പരം സംസാരിക്കും, അതിനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലത്തെ ക്രിസ്തീയ വിഷയങ്ങളെ ആ തരത്തിൽ പരിഹരിക്കാനും പരിഹാരം കാണാനുമൊക്കെയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് പ്രഷർ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, ഓപ്പോസിഷൻ പാർട്ടീസിൽ നിന്നും ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. BJP ഇപ്പം സിറ്റുവേഷൻ ഓൺ ഗ്രൗണ്ട്, മണിപ്പൂരിലെ സിറ്റുവേഷൻ വെച്ച് കൂക്കി മേത്തി കമ്മ്യൂണിറ്റി തമ്മിലുള്ള അടി വെച്ച് പല ക്രിസ്ത്യൻ വീടുകളും നശിച്ചിട്ടുണ്ട്. അവരുടെ പലവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതൊരു സിറ്റുവേഷൻ, അതിനെ ഒന്ന് മെലോ ഡൗൺ ചെയ്യാൻ ഒത്തിരി പ്രഷർ ഇവിടുന്ന് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിഷൻ പാർട്ടീസ് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ്, 11 മണിക്കത്തെ മീറ്റിംഗ് ഒരു കേർട്ടസി മീറ്റിംഗ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ആർച്ച് ബിഷപ്പ് ചുമതല എടുത്ത ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമോ അതൊരു സംശയമാണ്. പക്ഷേ ഇത് ഒരു കേർട്ടസി മീറ്റിംഗ് ആയിട്ടാണ് PMO ഇതിനെ കാണിച്ചിരിക്കുന്നത്. പിന്നീടുള്ള മറ്റു ഡീറ്റെയിൽ നമുക്കൊരു 11:30 ആവുമ്പോൾ ആർച്ച് ബിഷപ്പ് മീഡിയയോട് സംസാരിക്കുകയാണ്. ശരി, നന്ദി ഷെറിൻ. നമുക്ക് ഈ